അവനെ എവിടെ കൊണ്ടുപോവാ? അമ്മായിയമ്മ വീട്ടിലേക്ക്. എന്താ താനും പോരുന്നോ? ഓ, നീ കൊണ്ടുപോകും അല്ലേ? അതൊന്ന് കാണണമല്ലോ. എടാ, SP യും DGP IG യും പോലും മാമ്പിള്ളിക്കാരുടെ മുമ്പിൽ വെറും പുല്ല. അപ്പോഴാ നിന്നെ പോലൊരു പീക്കിരി SI. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോണേ. എന്താടാ നോക്കി ദഹിപ്പിക്കുന്നത്? സഹതാപം കൊണ്ട് നോക്കിയതാ. മാമ്പിള്ളിക്കാരുടെ കൈകൊണ്ട് തന്നെ നീ തീർന്നു പോകലോടാ. മണ്ണ കഴിവറ മോനെ, ഈ സെല്ലിലിട്ട് കത്തിക്കും ഞാൻ നിന്നെ. വിടരാവനെ. വന്ന് കേറുന്നതിന് മുമ്പേ അങ്ങ് ഡെപ്യൂട്ടി കൊണ്ടാവല്ലേ, ഇറക്കി വിടറാവരെ. ഓ വിടാം സാർ. ACP ഓർഡർ ഇട്ട പിന്നെ SIക്ക് എന്താ കാര്യം? പക്ഷെ ഓർഡർ ഒന്ന് എഴുതി തന്നാ കൊള്ളാം. എന്തിന്? നേരിട്ട് വന്ന് പറഞ്ഞാലും പോരല്ലയോ? നിനക്കെന്നെ അറിയില്ല, ഞാൻ ആൾ ഇത്തിരി മോശമാ. ഇറക്കി വിടറാ കോപ്പേ. ദേ, നിന്റെ തന്തയുടെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കല്ലേ. അയ്യോ, തന്തയ്ക്ക് വിളിക്കല്ലേ സാർ. അങ്ങേര് പാവം വയസ്സാം കാലത്ത് വീട്ടിലിരുന്നോട്ടെ. ഇക്കണക്കിന് പോയാൽ അയാൾ വീട്ടിലിരിക്കുന്ന പോലെ നിനക്കും വീട്ടിലിരിക്കേണ്ടി വരും. അതെങ്ങനെ? എടാ, മക്കള് നന്നാവണമെങ്കിൽ തന്തമാരും നന്നാകണം. ക്ഷമിക്കണം സാർ, എനിക്ക് തന്തമാരില്ല, ഒരു തന്തയേ ഉള്ളൂ, അയ്യപ്പൻ നായർ. നിർത്തടാ. കൈക്കൂലി കേസ് ഡിസ്മിസൽ ആയിട്ട് നിന്റെ തന്തയുടെ പേരെന്താ? സത്യവാൻ അയ്യപ്പൻ നായർ. അയാളെ കണക്കൊരു വൃത്തികെട്ട റാസ്കലിനെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെ മോൻ ഇവനെ പോലൊരു ദണ്ഡി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേണ്ട സാർ, ഇനി എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എന്റെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റ് എന്റെ കൂടെ വന്ന് എനിക്ക് പറയാനുള്ള കേൾക്കാൻ മനസ്സ് കാണിക്കണം സാർ, പ്ലീസ്. ACPയുടെ ഡയലോഗ് ഏറ്റ്. ആ, എന്തുകൊണ്ടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു തോലയ്ക്ക്. മറ്റെന്ത് ഞാൻ സഹിക്കും, എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. തല ഞാൻ വെട്ടും. അതിന് DGP ആണോ ഹോം മിനിസ്റ്റർ ആണോ ഏത് കോപ്പനാണോ ഞാൻ നോക്കില്ല.
എന്റെ അച്ഛനെ കൈക്കൂലിക്കാരനാക്കി ഡിസ്മിസ് ചെയ്യിക്കാൻ താനൊക്കെ കൂടെ കളിച്ച കളി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കൂടാ കഴിവറ പോലെ. താൻ പൊളുത്തും 24 മണിക്കൂർ വേണ്ടോ? മിനിറ്റ് വെച്ച് തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കട്ടെ. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അതിനെ പറ്റി ആൾക്കാരുണ്ട്. തനി കാണണോ? മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അറിയാലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാ താൻ. മാമ്പള്ളിക്കാരോട് ചേർന്ന് താൻ ചെയ്ത തെമ്മാടത്തിലൊക്കെ എണ്ണി അക്ക ഇട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി എന്റെ ഒരു ഫോൺ കോൾ കൂടെ മതി. എന്താ വേണോ? മര്യാദയ്ക്ക് പോയ ACP അങ്ങത്തേക്ക് കൊള്ളാം. ഇല്ല രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ സഞ്ജീവ് പിന്മാറത്തുള്ളൂ. എന്ത് വേണം സർ? സാറ് പറയും പോലെ ചെയ്യാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷേ CM-നെ കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കരുത്. ഇല്ല, സാറ് സമാധാനമായിട്ട് പോയിക്കോ. കുഞ്ഞിരാമ, എന്തോ എന്നെ ഒന്നും ചെയ്യരുത്. താൻ ഇവിടെ നടന്നത് വല്ലതും കണ്ടോ? കണ്ടു. കണ്ടില്ല. താനൊന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. ACP അനിരുദ്ധൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാക്കി. നിർത്തി. എന്റെ ദൈവമേ. സഞ്ജീവ് സാറിന്റെ പേടിപ്പിച്ചോ സാർ ആശുപത്രിയിലോ? എന്ത് പറ്റി? അപ്പൊ വിവരം അറിഞ്ഞില്ലേ? പുറപ്പെട്ടു പോയ നമ്മുടെ കമ്മീഷണർ 3 സാറ് തിരിച്ചു വന്നു. ഇവിടെ വന്നു. മുഴുവൻ ഭ്രാന്തുമായിട്ടല്ലേ വന്നത്. ആദ്യം കണ്ടപ്പോ ഞാൻ ആളെ മനസ്സിലായില്ല. അലർച്ച കേട്ടപ്പോ ആളെ പിടികിട്ടി. ആ രൂപം ഒന്ന് കാണണം. ഭ്രാന്ത് മൂത്ത് സഞ്ജീവ് സാറിനെ കൊങ്ങയ്ക്കാൻ പിടിച്ചില്ലേ? എന്റെ ദൈവമേ, സാറായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഭ്രാന്തന്മാർക്ക് ഭയങ്കര ബലോടോ. എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയടാ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ബാറിൽ വെച്ച് നീ ഒരു പെഗ് അടിച്ചോളാൻ പറഞ്ഞപ്പോ ഞാനൊരു 4-5 വീശി. അതെന്റെ തെറ്റി. ആ ഫിറ്റിന്റെ പുറത്ത് സംഭവിച്ചു പോയതാ. അങ്കത്തിലിരുത്തിയും കൊങ്കത്തടങ്ങൾ കരപങ്കരം കൊണ്ടോടി സതിച്ച ദൈവമേൽ രക്ഷപ്പെട്ട കമ്മീഷണർ അന്നോ അതും രക്ഷപ്പെട്ട. അതൊക്കെ രക്ഷപ്പെടും. താക്കോൽ എന്റെ കയ്യിലില്ലേ? ഇനി വല്ല കള്ളത്താക്കോലല്ല ഉണ്ടായില്ല. ഇതൊന്ന് തുറന്നു നോക്കിയാല് അത് അതിനുള്ള ധൈര്യം ആളില്ല. അയാള് നിലപറയുന്ന ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഓടി മച്ചിന്റെ പുറത്ത് കയറി. അല്ലെങ്കിൽ എന്റെ കഥ അവിടെ തീർന്നാനേടാ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വരുന്നിടത്ത് വെച്ച് കാണാം. അത് തന്നെ. ഏതായാലും എന്റെ മുന്നിൽ തന്നെ ഒന്ന് പെട്ടോണ്ട് പ്രാന്താണെന്നും പറഞ്ഞ് തൂക്കിയെടുത്ത് ആശുപത്രിയിലാക്കാൻ പറ്റി. ഡോക്ടർമാർ പറയത്തില്ലേ അയാൾക്ക് പ്രാന്തൊന്നുമില്ലെന്ന്? ആ രൂപവും എന്നെ കൊല്ലാനുള്ള അയാളുടെ പരാക്രമവും കണ്ടപ്പോ ഡോക്ടർ സുനിലിനും അങ്ങനെ തോന്നിക്കാണും. പിന്നെ ഞാനങ്ങ് തറപ്പിച്ച് പറഞ്ഞു, മാനസിക രോഗം പിടിച്ച് പുറപ്പെട്ടു പോയ കമ്മീഷണർ മുഴുവട്ടനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഏതായാലും 12 മണിക്കൂർ നേരത്തേക്ക് അയാൾ മയക്കത്തിലായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാ. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. ഇതെല്ലാം തെമ്മാടി കരുതി കൂട്ടി ചെയ്താ. ചേട്ടന് ഭ്രാന്താണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചേട്ടൻ പറഞ്ഞ കഥ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രേ പറഞ്ഞുള്ളൂ. ഏതായാലും മനസ്സിന് ടെൻഷൻ കൊടുക്കണ്ട. എടാ പോടാ പുല്ലേ, എന്ത് ടെൻഷൻ? ഞാൻ ഇത്ര നാൾ അനുഭവിച്ചാൽ കൂടുതൽ ടെൻഷൻ ഒന്നും ഈ ലോകത്ത് ആരും അനുഭവിച്ചാണല്ല. സാറ് പറഞ്ഞത് ശരിയാ. ഇനി വീരപ്പൻ തട്ടിക്കൊണ്ടുപോയാലും കാട്ടിനകത്ത് വിശാലമായിട്ടിരിക്കാം. ഇത് പട്ടിയും പൂച്ചയും എലിയും പാറ്റയും കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം,
ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവനാവാൻ. എനിക്ക് അനുഭവമുണ്ട്. ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തത വേണം മുകുന്ദ. SI സഞ്ജീവ് ഇതെല്ലാം പാടെ നിഷേധിക്കുക. മാത്രമല്ല, കൊച്ചിയിലെ ഗുണ്ടാപ്പടയെ ഒതുക്കി സിറ്റിയിൽ സമാധാനം തിരിച്ചു കൊണ്ടുവന്നതിന് ചീഫ് മിനിസ്റ്റർ പോലും നേരിട്ട് അഭിനന്ദിച്ച ഒരു ഓഫീസറാണ് അയാൾ. താനൊരു കോപം പറയണ്ട. താനൊക്കെ കൂടി അവനെ വളർത്തുന്നത്. എന്റെ അനുജനെ അറസ്റ്റ് കൊണ്ടുപോകാൻ അവൻ അധികാരം കൊടുത്ത് താനും കൂടെ അല്ലേ? അവനൊന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ. തന്നെ ഉൾപ്പെടെ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അല്ല മോന്ത, വർഷങ്ങളോളം ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാ നിന്റെ അമ്മാവൻ. ആഭ്യന്തരവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിന്നെ പോലെ പ്രഗത്ഭനായ ഒരു പോലീസ് കമ്മീഷണറെ ഒരു ചെറുപ്പക്കാരൻ ഈ സിറ്റിയിൽ തന്നെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുക? അല്ല, അയ്യപ്പൻ നായരോടുള്ള ദേഷ്യവും ആ ചെറുക്കനെ SI ആക്കാതിരിക്കാനുള്ള വാശിയൊക്കെ നിനക്കുണ്ടായിരുന്നല്ലോ. അത് മനസ്സിൽ കിടന്ന് സമനില തെറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നിയതാകുമോ? നീ ഒന്നുകൂടി സമാധാനമായിട്ട് ചിന്തിക്കേ. നീ ഇതുവരെ എവിടെ ആയിരുന്നു? മറ്റടുത്ത വർത്താനം പറഞ്ഞ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. കൊന്നു കുഴിച്ചു മൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ചേട്ടാ പ്ലീസ്. അമ്മാവൻ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല. ചേട്ടൻ പറഞ്ഞത് സത്യമായിരിക്കും. ദേ നോക്ക്, ചേട്ടനെ വേദനിപ്പിച്ച ഒരുത്തനെയും ഇനി അവന് ഇന്ത്യൻ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്താൽ പോലും ഈ മാധവൻ വെറുതെ വിടില്ല. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ചേട്ടന്റെ ആവശ്യപ്രകാരമുള്ള അന്വേഷണം തുടങ്ങി.